ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് അവിനാശിയിലുള്ള ഒരു ലിംഗേശ്വരൻ ടെമ്പിളിലാണ്. അത് ശിവനാണ് അവിടെ പ്രതിഷ്ഠയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് തിരുപ്പൂർ പെരുമാണല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് അവിനാശി, അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഈ അവിനാശി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു കുളമുണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് ഇറങ്ങാൻ പറ്റത്തില്ല, അവർ പൂട്ടിയിട്ടിരിക്കുവാണ്. നല്ല അതിൻ്റെ നടുക്കൊരു മണ്ഡപമൊക്കെ ഉണ്ട്, 2 അരയന്നമൊക്കെ അതിനകത്ത് നീന്തി നടക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ അവിടെ കൈയും കാലും ഒക്കെ കഴുകിയിട്ട് നമ്മൾ പൂജാ സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട് കടയിലോട്ട് പോയി. അപ്പം നമ്മൾ വാങ്ങിച്ചത് ഒരു പൂവും പിന്നെ നാരങ്ങയും പിന്നെ കർപ്പൂരവും മാത്രമാണ് വാങ്ങിച്ച്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗണപതിയെ തൊഴുതിട്ടല്ലേ എല്ലാ കാര്യങ്ങളും ആരംഭിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വലിയൊരു ആൽമരമാണ്. അപ്പോൾ അതിൻ്റെ ചുവട്ടിലായിട്ട് 2 നാഗദൈവങ്ങൾക്ക് നടുവിൽ ഗണപതി ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളവിടെ കർപ്പൂരം കത്തിച്ച് നമ്മളവിടെ നല്ലതായിട്ട് തൊഴുതു. അപ്പോൾ ഈ കാണുന്നതാണ് ലിംഗേശ്വരൻ ടെമ്പിള്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ, തിങ്കളാഴ്ച ശിവൻ്റെ ദിവസമാണല്ലോ, അപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല ആളാണ്. അപ്പോൾ ഈ കാണുന്ന കല്ലിൽ ഒരു തേങ്ങാപ്പൂളിൻ്റെ കൂട്ടാകൃതിയുള്ള ഈ കല്ല്, അപ്പോൾ അതിലാണ് എല്ലാവരും തേങ്ങ അടിക്കുന്നത്, ഗണപതിക്ക് തേങ്ങ അടിക്കുന്നത്. അപ്പോൾ ആ കല്ലിൻ്റെ തൊട്ട് മുൻവശത്തായിട്ട് അപ്പം ഒരു ദൈവങ്ങളുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ഈ കോലമൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട് അമ്പലത്തിൽ. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കാണുന്ന കവാടമാണ്, വലിയ 2 തടിയുടെ ഒരു കതക്. അപ്പോൾ അതിനുള്ളിലോട്ട് കയറിയാൽ ഒരു കൊടിമരമുണ്ട്. അപ്പോൾ ഈ അമ്പലം വന്നിട്ട് പുതിയതായിട്ട് പണി കഴിപ്പിച്ചതാണ്, ഒന്നുകൂടെ അവർ റിനോവേറ്റ് ചെയ്തെടുത്തതാണ് ഈ അമ്പലം എല്ലാം. അപ്പം ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ ക്യൂ നിന്നിട്ടാണ് ഭഗവാനെ തൊഴുന്നത്. നിറയെ ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പം അമ്പലത്തിനുള്ളിൽ തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ ഭഗവാനെ നന്നായിട്ട് നല്ല ദർശനം കൊണ്ടു. അപ്പം നമുക്ക് ക്യാമറ ഉള്ളിൽ അത്ര അലൗഡ് അല്ല. അപ്പം നമ്മൾ എങ്ങനെയൊക്കെയോ വീഡിയോ ഒക്കെ എടുത്തു. നല്ല കൊത്തുപണികളും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അമ്പലത്തിനകത്ത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു അമ്പലത്തിലെ വിശേഷങ്ങൾ. നമ്മൾ തൊഴുതു, പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി അവിനാശി ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.